ഹായ്, ജസ്റ്റിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുൽത്താൻ ബീഫാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ റെസിപ്പിയാണ്, നല്ല രുചിയുള്ള റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ഇറച്ചിയാണ്. നല്ല ബീഫാണ്. നല്ലപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ആദ്യം ഇടുക. ഒരു കുക്കറിലിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നല്ലപോലെ കൈകൊണ്ട് ഒന്നിങ്ങനെ തിരുമി ആദ്യം നമുക്കൊന്ന് കുക്കറി വേവിച്ചെടുക്കണം. ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇപ്പോൾ കുറച്ചങ്ങിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് തിരുമി ഇവരെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്ത് വരണം. ബീഫ് വേകുന്ന വരെ നമുക്ക് വേറെ ചെറിയ പരിപാടിയുണ്ട്. ഇങ്ങനെ ഒരു ചട്ടി വെക്കുക, ഒരു പാന്, ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് നല്ല നാടൻ കറിവേപ്പില 2 എണ്ണം ഇട്ട് ഇനിയായിട്ട് മെയിനായിട്ടുള്ള സാധനം, ഞാനിവിടെ ഒരു 350 ചെറിയുള്ളി ഇടിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി അത് നമ്മൾ ഇതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ സുൽത്താൻ ബീഫ് കറിക്ക് ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നത്. വെല്ലുള്ളി ഉപയോഗിക്കാം, സവോള ഉപയോഗിക്കാം. പക്ഷേ സവോളയ്ക്ക് മധുരം ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയുള്ളി ഉപയോഗിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ഞാനിതുണ്ട് ഇവിടെ പത്തലമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു 5-8 കാശ്മീരി ചില്ലിയും സാധാ നമ്മുടെ പത്തലമുളകും കൂടിയാണ്. അപ്പോൾ ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി. അപ്പോൾ കുറച്ച് നമുക്ക് ഒരു ഇത്രയും മതി, ഒരു 3-4 സ്പൂൺ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. അത് നല്ലപോലെ ഇളക്കി അതിനെ ഈ ഉള്ളിയോട് തന്നെ ചേർക്കണം. എന്നാലാണ് അതിൻ്റെ ആ ശരിയായ ഒരു ഇത് കിട്ടുള്ളൂ. സുൽത്താൻ ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു രുചിയുള്ള നല്ല റെസിപ്പിയാണ്. നമുക്ക് ഏതിനും ഇത് നമുക്ക് ഉപയോഗിക്കാം. പൊറോട്ടയ്ക്കാണേലും കപ്പയ്ക്കാണേലും ഒക്കെ നല്ല എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഉള്ളിയും നമ്മുടെ മുളകും എല്ലാം കൂടെ അങ്ങനെ യോജിച്ച് നല്ലൊരു കളറിലേക്ക് എത്തി. നല്ല സെറ്റപ്പ് കളറിലേക്കായി. ഇനി നമുക്ക് ബീഫ് കുക്കറിൽ വെന്ത് കാണും. ഓക്കെ. നല്ലപോലെ വെന്തു. നമുക്കിത് ഇതിനകത്തേക്ക് മാറ്റാം. ആ വെള്ളവും നല്ല നമ്മുടെ സുൽത്താൻ്റെ കളറങ്ങ് മാറി നല്ല സെറ്റപ്പ് കറിയായി. ഇതിനിങ്ങനെ ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സാക്കി നല്ല ചെറിയ ചേരുവകൾ ചേർത്ത് നല്ലൊരു കറി ബീഫ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സുൽത്താൻ റെഡി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.
അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും